ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള നമ്മുടെ പഠന ക്ലാസിന്റെ ഈ 5ാം എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കളെയും ക്രിസ്തുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്തുതി ചൊവ്വാക്കപ്പെട്ട സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ വിശുദ്ധ കുർബാനയുടെ പഠനം നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒക്കെ നാം ചിന്തിച്ചിരുന്നത് വിശുദ്ധ കുർബാനയുടെ പഴയ നിയമ നിഴലുകളെ കുറിച്ചാണ്. തുടർന്നും ചില എപ്പിസോഡുകൾ ആ നിഴലുകളെ കുറിച്ച് തന്നെയാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിഴലായി ആദ്യം നമ്മൾ കണ്ടത് ഏദന്റെ പർദീസായിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ചാണ്. യഹോവയായ ദൈവത്താൽ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട്, നമ്മുടെ ആദി മാതാപിതാക്കന്മാരായ ആദമിന്റെയും ഹവ്വയുടെയും നഗ്നത മറയ്ക്കുവാൻ അറുക്കപ്പെട്ട കുഞ്ഞാട്. രണ്ടാമത് നിഴലായി നമ്മൾ കണ്ടത് ഹാബേലിന്റെ വഴിപാടാണ്. അതൊരു സമർപ്പണ ബലി ആയിരുന്നു. മൂന്നാമത് നിഴലായി നമ്മൾ കണ്ടത് നോഹയുടെ ബലിയെക്കുറിച്ചാണ്. അതൊരു സ്തോത്രബലി ആയിരുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് അബ്രഹാമിന്റെ ബലിയെക്കുറിച്ചാണ്. കാൽവറിയിൽ യാഗമായി തീർന്ന നമ്മുടെ കർത്താവിന്റെ ബലിയും പഴയ നിയമത്തിൽ അബ്രഹാം നടത്തുന്ന ബലിയും തമ്മിൽ എന്താണ് ബന്ധം? ഇത് പരസ്പരം എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് അബ്രഹാമിന്റെ ബലി നമ്മുടെ കർത്താവിന്റെ കാൽവറിയിലെ ബലിയുടെ നിഴലായി മാറുന്നത്? അതിനെക്കുറിച്ച് ഈ എപ്പിസോഡിൽ അല്പസമയം നമുക്ക് ചിന്തിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അബ്രഹാമിന്റെ ബലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം തന്റെ ഏകജാതനെ ബലി കഴിക്കുവാൻ തയ്യാറാവുകയും വിശ്വാസത്തിന്റെ തികവ് കൊണ്ട് ആട്ടുകൊറ്റന്റെ ബലിയാൽ ഇസഹാക്ക് ജീവിക്കുകയും ചെയ്ത മോറിയാമലയിലെ അബ്രഹാമിന്റെ ബലി വിശുദ്ധ കുർബാനയുടെ സൂചനയാണ്. വിശ്വാസത്തിന്റെ തികവ് കൊണ്ടാണ് ആ ബലി അർപ്പിക്കപ്പെടുന്നത്. പുതിയ നിയമ ബലിയായ വിശുദ്ധ കുർബാനയും വിശ്വാസ നിറവിന്റെ സമർപ്പണം തന്നെയാണ്. ആട്ടുകൊറ്റന്റെ ബലിയാൽ ഇസഹാക്ക് രക്ഷിതനായതുപോലെ യേശുതമ്പുരാന്റെ ബലിയാൽ മനുഷ്യജാതി മുഴുവനായും നിത്യമായ മരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും നാം രക്ഷ നേടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അബ്രഹാമിന്റെ ബലി ഒരു നിരപ്പിന്റെ ബലിയാണ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ബലിയാണ്. നമ്മുടെ വിശുദ്ധ ആരാധന, വിശുദ്ധ കുർബാന നിരപ്പിന്റെ ശുശ്രൂഷയാണെന്ന് ഞാൻ പറയാതെ നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഒരു പ്രാർത്ഥനയിൽ ശുശ്രൂഷക്കാരൻ ചൊല്ലുന്ന ഒരു ഭാഗം നാം ഇങ്ങനെ കേൾക്കുകയാണ്. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, അബ്രഹാമിന്റെ ബലി കാൽവറിയിലെ ബലിയുടെ നിഴലാണെന്ന് പറയുന്നതിന് ഇതിനെ കുറെ സാദൃശ്യങ്ങളുണ്ട്. പിതാവായ ദൈവത്തിന്റെ സ്ഥാനത്ത് നമ്മൾ അബ്രഹാമിനെ കാണുകയാണ്. ഏകജാതനായ പുത്രനായ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് ഇസഹാക്കിനെ നമ്മൾ കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നാം ശ്രദ്ധ ചെലുത്തി വായിച്ച് പഠിക്കുമ്പോൾ തന്റെ ഏകജാതനായ പുത്രനെ നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ യാഗം കഴിക്കണമെന്നുള്ള യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടിന്റെ മുൻപിൽ പകച്ചു നിൽക്കാതെ അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അബ്രഹാം ബലിക്കായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 18 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തെ വളരെ ശക്തമായി അപ്പോസ്തലനായ പൗലോസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ച് ഉറപ്പ് തന്നിരിക്കുന്നത് നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു.
എബ്രായ ലേഖനത്തിലും 11-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നുണ്ട്. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തൊരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാമിന്റെ വിശ്വാസത്തെയാണ് നാം ഇവിടെ കാണുന്നത്. വിശ്വാസത്തിന്റെ പരിശോധന നാം ചിന്തിക്കുമ്പോൾ അത് നിസ്സാരമായൊരു കാര്യമല്ല. വിശ്വാസത്തിന്റെ പരിശോധനയിൽ കൂടെ കടന്നുപോയ ചില കഥാപാത്രങ്ങളെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ കടന്നുപോയതായ ആ വിശ്വാസത്തിന്റെ പരിശോധനയുടെ പാതകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. അബ്രഹാമിന് നേരിടേണ്ടി വന്നതായ പരീക്ഷണം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പരീക്ഷണത്തെ നേരിടേണ്ടി വന്നാൽ നമ്മുടെ മനോഭാവം എന്ത്? ഇയ്യോബിനെ കടത്തിവിട്ടതായ പരീക്ഷണങ്ങൾ നമുക്കറിയാമല്ലോ. ഇത്രമാത്രം ജീവിതത്തിൽ സഹനത്തിലൂടെ കടന്നുപോയ മറ്റൊരു കഥാപാത്രത്തെ നമുക്ക് കാണുവാനായിട്ടില്ല. അങ്ങനെയുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ മനോഭാവം എന്താണ്? അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒരു യാഗം കഴിക്കുന്നതിന് മുന്നോടിയായി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം യാഗത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അതിൽ 7 കാര്യങ്ങൾ യാഗത്തിന് മുൻപായിട്ട് അബ്രഹാം അനുഷ്ഠിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 22-ാം അധ്യായത്തിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. 1, അവൻ അതികാലത്ത് എഴുന്നേറ്റു. അതിരാവിലെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ ലഭിക്കുന്ന അവസരം. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയമെന്ന് പാട്ടുകാരൻ മനമേ പക്ഷി ഗണങ്ങൾ ഉണർന്നിതാ പാട്ടുപാടിയിടുന്നു. നമ്മളും എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പാട്ടുകാരൻ ഉത്ബോധിപ്പിക്കുന്നു. സങ്കീർത്തനത്തിൽ ഞാൻ അതിരാവിലെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, ഒരുക്കി കാത്തിരിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഒരു യാഗം കഴിക്കുന്നതിനുള്ള ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമല്ലേ? അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റു. 2-ാമത്തെ കാര്യം, ഹോമയാഗത്തിനുള്ള ഒരുക്കം നടത്തി എന്ന് പറയുന്നുണ്ട്. 22-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് നാം പഠിക്കുകയാണ്. ഹോമയാഗത്തിനുള്ള ഒരുക്കം നടത്തി. നമ്മുടെ വിശുദ്ധ കുർബാന പട്ടക്കാരൻ പരസ്യമായി ആരംഭിക്കുന്നതിന് മുൻപ് ഏകദേശം അരമണിക്കൂറിൽ കുറയാതെ ഒരു ഒരുക്ക പ്രാർത്ഥന, അതിന് നമ്മൾ തൂയോബോ എന്ന് പറയാറുണ്ട്. മറയ്ക്കുള്ളിൽ പഴയ നിയമത്തിന്റെ പ്രതീകങ്ങളായ ആരാധനാ ക്രമങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് മൽക്കീസദേക്കിന്റെയും അഹറോന്റെയും ഒക്കെയുള്ളതായ ബലിയും ശുശ്രൂഷകളും ഒക്കെ പട്ടക്കാരൻ പ്രാർത്ഥിച്ച് പുതിയ നിയമസഭയുടെ പരസ്യ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതായ ഒരുക്കൽ നടത്തുകയാണ്. നിശ്ചയമായിട്ടും ഒരു യാഗത്തിനൊരു ഒരുക്കമുണ്ടാവണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് നാം ഒരുങ്ങുന്നവരാണ്. ഒരു യാത്ര ചെയ്യുന്നതിന്, ഒരു വിശേഷ ചടങ്ങുകൾ ക്രമീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ ഒരുക്കങ്ങൾ നടത്താറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ആരാധന, പരിശുദ്ധ സുറിയാനി സഭയുടെ പിതാക്കന്മാര് നമുക്കായി ക്രമീകരിച്ചു തന്നിരിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ, ഉദാത്തമായ, ശ്രേഷ്ഠമായ, മഹത്തരമായ നമ്മുടെ ആരാധനയായ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നാം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ നാം അതിനുവേണ്ടി ഒരുങ്ങിയാണോ വിശുദ്ധ ആരാധനയിൽ നാം പങ്കെടുക്കുന്നത്? ഈ തൂയോബോ എന്ന് പറയുന്നത് പട്ടക്കാരൻ ഒരുക്കൽ ശുശ്രൂഷ നടത്തുകയാണ്. എന്നാൽ ആരാധനയ്ക്കായി ദേവാലയത്തിൽ കൂടിവരുന്ന, പ്രാകാരത്തിൽ കൂടിവരുന്ന ജനങ്ങൾ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ നടത്തുന്ന ഒരുക്കൽ എന്താണ്? അവർക്ക് വേണ്ടിയുള്ളതായ ഒരുക്കലാണ് പ്രഭാത പ്രാർത്ഥന. ഇന്ന് നമ്മുടെ പള്ളികളിൽ ആരാധനയ്ക്കായി കടന്നു വരുന്നവർ തുടക്കം മുതൽ, അതായത് പ്രഭാത പ്രാർത്ഥനയുടെ തുടക്കം മുതൽ വിശുദ്ധ ആരാധന അവസാനിക്കുന്നതുവരെ സംബന്ധിക്കുന്ന എത്ര ആളുകളുണ്ട്? എത്രയോ ആളുകൾ വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷവും പല അവസരങ്ങളിൽ വന്നുകൂടുന്നവരില്ലേ? ഇതെന്താണ് ഓർപ്പിക്കുന്നത്? ഒരുക്കത്തോടെ അല്ല നാം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത്. പ്രഭാത പ്രാർത്ഥന മുഴുവൻ
അതിൽ സംബന്ധിച്ച് അതിന്റെ പ്രാർത്ഥനകൾ ചൊല്ലി അതിലുള്ള പാട്ടുകൾ പാടി ധ്യാനിച്ച് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് പരസ്യമായി ആരംഭിക്കുന്ന കാൽവറിയിലെ ആ ദിവ്യബലി, ത്രോണോസിൽ അവിടെ അർപ്പിക്കപ്പെടുന്നതായ ദിവ്യബലിയിൽ പങ്കാളികളാവാൻ നമ്മൾ യോഗ്യരായി തീരുന്നത്. സഭയുടെ പിതാക്കന്മാര് പറയുകയാണ്, ശരിക്കും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കം ശനിയാഴ്ച തലേദിവസം വൈകിട്ട്, അതായത് ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നാം എല്ലാവരും, കുർബാന അർപ്പിക്കുന്നവരും കുർബാനയിൽ പങ്കാളികളാകുന്നവരും എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങണമെന്നാണ് സഭാപിതാക്കന്മാരെ ഓർപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു യാഗം കഴിക്കുന്നതിന് മുന്നോടിയായി അബ്രഹാം ചെയ്ത ഒരുക്കങ്ങളാണ്. അതികാലത്ത് അവൻ എഴുന്നേറ്റു, രണ്ടാമത് ഹോമയാഗത്തിനുള്ളതായ ഒരുക്കം നടത്തി. ഒരുക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. നമ്മുടെ ഈ ആയുഷ്കാലം 70 ഏറെയായാൽ 80 എന്ന് പറയുന്ന ആയുഷ്കാലം ഒരു തൂയോബോ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള തൂയോബോ? വരാനിരിക്കുന്ന ലോകത്തിലെ ആ നിത്യ ജീവനിലേക്ക് കടന്നു ചെല്ലുവാൻ, ദൈവത്തോടുകൂടെ പാർക്കുന്നതിനുള്ള യോഗ്യത നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ ഒരു തൂയോബോ ഒരിക്കൽ ശുശ്രൂഷയാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലെ നമ്മുടെ താൽക്കാലികമായിട്ടുള്ള ജീവിതം, പരദേശവാസം. മൂന്നാമത് അബ്രഹാം, നാം 22-ാം അധ്യായത്തിൽ വായിക്കുകയാണ്, ഈ ദൈവത്തിന്റെ അരുളപ്പാട് അവന്റെ പ്രിയ ഭാര്യയായ സാറയുമായി അവൻ പങ്കുവച്ചതായിട്ട് കാണുന്നില്ല. സാറയുമായി പങ്കുവച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ബലിക്ക് തടസ്സം വന്നേക്കാം. ആറ്റുനോറ്റിരുന്ന് 90-ാമത്തെ വയസ്സിൽ ഒരു മകന് ജന്മം കൊടുത്ത പ്രിയപ്പെട്ട സാറ, അവൾ ആഗ്രഹിച്ച് അവൾ പ്രസവിച്ചതായ ആ ഏകജാതനായ പുത്രൻ, അവനെ എങ്ങനെ യാഗം കഴിക്കാൻ ഒരു അമ്മ എന്നുള്ള നിലയിൽ സാറയ്ക്ക് സാധിക്കും? വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അബ്രഹാം ഇത് മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുകയാണ്. സാറയുമായിട്ട് ആലോചിക്കാതെയാണ് ഇസഹാക്കിനെയും കൊണ്ട് ബലിക്ക് പുറപ്പെടുന്നത്. നാലാമത് നാം ഇവിടെ കാണുന്നത്, ദൈവം കൽപ്പിച്ച സ്ഥലത്തേക്ക് യാത്ര ചെയ്തെന്നാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവം കൽപ്പിച്ച സ്ഥലത്തേക്ക് അവൻ യാത്ര ചെയ്തു. ദൈവം കൽപ്പിച്ച സ്ഥലത്ത് യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്തു എങ്കിൽ മാത്രമേ അനുഗ്രഹങ്ങൾ ലഭിക്കത്തുള്ളൂ. ദൈവം കൽപ്പിച്ച സ്ഥലത്ത് നമ്മുടെ തലമുറകൾ എത്തണം. എങ്കിലേ അവിടെ ഒരു കുഞ്ഞാട് പ്രത്യക്ഷപ്പെടുകയുള്ളൂ. കുഞ്ഞാടിനെ കിട്ടണമോ ദൈവം പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരണം. അഞ്ചാമത് നമ്മൾ കാണുകയാണ് 4-ാമത്തെ വാക്യം, 3 ദിവസം അവർ യാത്ര ചെയ്തു. അപ്പനും മകനും ബാല്യക്കാരും യാത്ര ചെയ്തു. എന്തിനാണ് ഈ 3 ദിവസം യാത്ര ചെയ്തതിന്റെ അതിന്റെ ആത്മീകമായ അർത്ഥം എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ? 3 ദിവസം അപ്പനും മകനും കൂടെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പുത്രനോടുള്ള വാത്സല്യം കൂടിയിട്ട് ഈ ബലിയിൽ നിന്നൊരുപക്ഷെ പിന്മാറുവാൻ ഇടയായെങ്കിലോ? ദൈവത്തിന്റെ പരീക്ഷണം ഭയങ്കര കഠിനമാണ് പ്രിയപ്പെട്ടവരെ. അബ്രഹാമിനോടുള്ളതായ പരീക്ഷണം വളരെ ശക്തമാണ്. പുത്രവാത്സല്യം കൂടിയിട്ട് അബ്രഹാം ഈ ബലിയിൽ നിന്ന് പിന്മാറുമോ? പരീക്ഷിക്കുകയാണ്. പക്ഷെ അബ്രഹാം പിന്മാറിയില്ല. അബ്രഹാം വിശ്വാസത്തോടെ മുന്നേറി. 6-ാമത് നമ്മൾ കാണുന്നത്, മോറിയാമലയുടെ അടിവാരത്തിൽ ബാല്യക്കാരെ നിർത്തി, വേലക്കാരെ അകറ്റി നിർത്തിയെന്ന അവരോട് പറയുകയാണ്, നിങ്ങളിവിടെ നില്ല്, ഞാനും ബാലനും ഞങ്ങൾ പോയി യാഗം കഴിച്ച് മടങ്ങി വരാം. എത്ര വലിയൊരു വിശ്വാസമാണ് നാം ഇവിടെ കാണുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇതെന്താണ് നമ്മളെ സൂചിപ്പിക്കുന്നത്? ചില ആളുകളെ നമ്മൾ അകറ്റി നിർത്തണം. അടിമകളാക്കി വെച്ചിരിക്കുന്ന പലതിനെയും നാം അകറ്റി നിർത്തണം. ചില ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലല്ലേ? ചില ദുശീലങ്ങൾക്ക് നമ്മൾ അടിമകളല്ലേ? അങ്ങനെയുള്ള അടിമകളെയൊക്കെ നമ്മൾ അകറ്റി നിർത്തി അതിനോട് യാത്ര പറഞ്ഞ് യാഗത്തിനായിട്ട് പോയെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനായി മാറുകയുള്ളൂ. 7-ാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. 6-ാമത്തെ വാക്യത്തിൽ അപ്പനും മകനും ഒന്നിച്ച് നടന്നു. കൂട്ടായ്മയാണ് സൂചിപ്പിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഫാദർ ആൻഡ് സൺ. ഇന്ന് എത്രയോ കുടുംബങ്ങളിൽ അപ്പനും
മക്കളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ആശയവിനിമയം നടക്കുന്നുണ്ട്. കൂട്ടായ്മയുടെ അനുഭവമാണ് അത് സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് യാഗത്തിന് വേണ്ടിയിട്ടുള്ളതായ ഒരുക്കം. ദൈവകൽപ്പന പൂർണ്ണമായും വിശ്വസിച്ച് അതനുസരിച്ച് ബലിയർപ്പിക്കുവാൻ തയ്യാറായപ്പോൾ അബ്രഹാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം തന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീൻ എന്നുള്ള യേശു ക്രിസ്തുവിന്റെ കൽപ്പന പൂർണ്ണമായും വിശ്വസിച്ച് അതനുസരിച്ച് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ വിശ്വാസികളായ നാമും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം അർപ്പിച്ച ബലി വിശുദ്ധ കുർബാനയുടെ ദൃഷ്ടാന്തമായിരിക്കുന്നുവെന്ന് നമ്മുടെ പ്രാർത്ഥനകളിലും പിതാക്കന്മാർ വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലെ ഒരു പ്രൊമിയോനിൽ ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ: ഇസഹാക്കിന്റെ കുഞ്ഞാടിനാൽ സൂചിപ്പിക്കപ്പെട്ട സ്വർഗീയ കുഞ്ഞാടും അബ്രഹാം അർപ്പിച്ച ബലിയാൽ ദൃഷ്ടാന്തീകരിക്കപ്പെട്ട നിരപ്പിൻ ബലിയും നോഹിന്റെ കാഴ്ചയാൽ സൂചിപ്പിക്കപ്പെട്ട സ്വീകാര്യ കാഴ്ചയും ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട് മനുഷ്യരുടെ സകല പാപങ്ങളെയും ഏതൊന്നിനാൽ മായിച്ചു കളഞ്ഞുവോ ആ സമാധാന യാഗവുമായ കർത്താവേ, നിനക്ക് സ്തുതി. അബ്രഹാം തന്റെ ഏകജാതനായ പുത്രനെയും കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെയുള്ള ഒരു മലയിൽ ദൈവം കൽപ്പിച്ച സ്ഥാനത്ത്, അതായത് കാൽവറി മലയിൽ തന്നെ ബലിയഴിപ്പാനായി കൈകാലുകൾ ബന്ധിച്ച് അവനെ കിടത്തി അവന്റെ മേൽ കത്തിയോങ്ങിയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർഗം ഞെട്ടിപ്പോയൊരു സന്ദർഭമാണ്. അബ്രഹാമി, ബാലന്റെ മേൽ നീ കൈവെക്കരുത്. പെട്ടെന്നൊരു പിടച്ചിൽ കേട്ട് അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാട്ടിൻകുട്ടി അതിന്റെ കൊമ്പ് കാട്ടുവള്ളിയിൽ കുരുങ്ങി ഒരു മരത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അബ്രഹാം ആ ആട്ടിൻകുട്ടിയെ സ്വതന്ത്രനാക്കി ഇസഹാക്കിന് പകരമായി യാഗം കഴിച്ചു എന്ന് നമ്മൾ പഠിക്കുകയാണ്. ഇസഹാക്കിന്റെ കെട്ടുകളെ പൊട്ടിച്ച് ഇസഹാക്കിനെ മോചിപ്പിച്ച് ഇസഹാക്കിന് പകരമായി യാഗം കഴിക്കപ്പെട്ടതായ ആ ആട്ടിൻകുട്ടി ആരാണ്? യഥാർത്ഥത്തിൽ അത് ക്രിസ്തുവിന്റെ നിഴലാണ്. തരിവിൽ പിറന്ന കുഞ്ഞാട് മൂലം ഇസഹാക്കിനെയും വീണ്ടോനിവൻ താൻ. നമ്മള് പെസഹായുടെ പാട്ടിൽ പാടുകയാണ്. തരിവിൽ പിറന്ന കുഞ്ഞാട്, കാട്ടുവള്ളിയിൽ കുരുങ്ങി മരത്തിനോട് ബന്ധിക്കപ്പെട്ട് കിടന്നിരുന്ന കുഞ്ഞാട്, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, മറ്റൊരു നിഴലായി നാം ഇതിനെ പഠിക്കുമ്പോൾ യാഗത്തിനായി ആരാധനയ്ക്കായി പരിശുദ്ധ ദേവാലയത്തിൽ കടന്നു വരുന്ന നാം അബ്രഹാമിന്റെ ബലിയെ ധ്യാനിച്ച് കാൽവരി ക്രൂസിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവിന്റെ നിഴലായി അതിനെ കണ്ടുകൊണ്ട് ആ സ്ഥാനത്ത് പൊരുളായി കുഞ്ഞാടായി അർപ്പിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവന്റെ ദിവ്യബലിയിൽ പങ്കാളികളാകുമ്പോൾ നാം മരിക്കേണ്ട സ്ഥാനത്ത്, നാം ക്രൂശിക്കപ്പെടേണ്ട സ്ഥാനത്ത് നമുക്ക് പകരക്കാരനായി യാഗമായി തീർന്ന ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനായി, ജീവിതത്തിന്റെ നാഥനായി സ്വീകരിച്ച് ഈ വിശുദ്ധ കുർബാനയിൽ നാം പങ്കാളികളായി തീരുമ്പോൾ അതിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അനുഗ്രഹത്തോടെ സമാധാനത്തോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ആയതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇനിയും വരുന്ന ഈ ആരാധനയിലുള്ള നമ്മുടെ പങ്കാളിത്തം അതിനിടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള എപ്പിസോഡുകളിൽ വീണ്ടും പഴയ നിയമത്തിൽ കൊടുത്തിട്ടുള്ള മറ്റ് നിഴലുകളെ കുറിച്ച് പഠിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ.